ബൈജൂസിന്റെ സ്ഥാപകനും സിഇഒയുമായ ബൈജു രവീന്ദ്രനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബ്യൂറോ ഓഫ് ഇമിഗ്രേഷൻസിനോട് അഭ്യർത്ഥിച്ചതായി റിപ്പോർട്ട്. ബൈജു രവീന്ദ്രൻ രാജ്യം വിട്ടു പോകാതിരിക്കാനാണ് ഇ ഡി ഇത്തരം ഒരു നീക്കം നടത്തിയിരിക്കുന്നത് എന്നാണ് വിവരം. ഇ ഡി കൊച്ചി ഓഫീസിന്റെ ആവശ്യത്തെ തുടർന്ന് 1.5 വർഷം മുമ്പ് ബൈജുവിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. പിന്നീട് അന്വേഷണം ഇ ഡിയുടെ ബാംഗ്ലൂർ ഏജൻസിയിലേക്ക് മാറ്റിയിരുന്നു. ബൈജൂസിന്റെ ഉടമയായ ബൈജുവിനെയും കുടുംബത്തെയും മാതൃസ്ഥാപനമായ തിങ്ക് ആൻഡ് ലേൺ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള നിക്ഷേപകരുടെ അടിയന്തര യോഗത്തിന്റെ തീരുമാനം സ്റ്റേ ചെയ്യാനുള്ള ബൈജുവിന്റെ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയിരുന്നു. അതേസമയം യോഗത്തിലെ പ്രമേയങ്ങൾ കോടതി വീണ്ടും കേസ് പരിഗണിക്കും വരെ നടപ്പാക്കരുതെന്നുള്ള ഇടക്കാല വിധി ബൈജുവിന് ആശ്വാസം പകരുന്നതാണ്. കമ്പനി പൊതുയോഗം വിളിച്ചപ്പോൾ പാലിക്കേണ്ട വ്യവസ്ഥകൾ പാലിച്ചിട്ടില്ലെന്നും 2013 കമ്പനി ആക്ടിലെ സെക്ഷൻ 103 പ്രകാരമുള്ള അറിയിപ്പുകൾ നൽകിയിട്ടില്ലെന്നും ചൂണ്ടിക്കാണിച്ചാണ് കോടതി ഇടക്കാല വിധി പറഞ്ഞത്. കമ്പനിയുടെ പ്രവർത്തനത്തിൽ നിരവധി അപാകതകൾ ചൂണ്ടിക്കാട്ടിയാണ് ഫെബ്രുവരി 23 നിക്ഷേപകരുടെ യോഗം നേതൃമാറ്റം ആവശ്യപ്പെടുന്ന നോട്ടീസ് പുറത്തിറക്കിയത്. ബൈജൂസിന്റെ 30% ഓഹരികളുടെ ഉടമയായ ജനറൽ അറ്റ്ലാന്റിക്, സോഫിന, ചാൻ സക്കർബർഗ്, ഓൾ, സാൻസ് എന്നിവർ നോട്ടീസിനെ പിന്തുണച്ചിരുന്നു. ഹൈക്കോടതി വിധി പ്രകാരം യോഗത്തിലെ തീരുമാനങ്ങൾ തിങ്ക് ആൻഡ് ലേൺ സമർപ്പിച്ച ഹർജിയിൽ അവസാന വിധി വരും വരെ പാസാക്കാൻ കഴിയില്ലെന്ന് ബൈജൂസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ജനറൽ അറ്റ്ലാന്റിക്, ചാൻ സക്കർബർഗ് ഇനീഷ്യേറ്റീവ്, MIH എഡ്ടെക് ഇൻവെസ്റ്റ്മെന്റ്സ്, ഓൺ വെഞ്ചേഴ്സ്, പീക്ക് XV പാർട്ട്നേഴ്സ്, SCI ഇൻവെസ്റ്റ്മെന്റ്സ്, SCHF PV മൊറീഷ്യസ്, സാൻസ് ക്യാപിറ്റൽ ഗ്ലോബൽ ഇന്നോവേഷൻ ഫണ്ട്, സോഫിന, ടി റോവ് പ്രൈസ് അസോസിയേറ്റ്സ് എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം നടന്നത്. എന്നാൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ഷെയർ ഹോൾഡേഴ്സ് എഗ്രിമെന്റ്, കമ്പനി ആക്ട് എന്നിവയുടെ നിയമങ്ങൾ പാലിക്കാതെയാണ് യോഗം നടന്നെന്ന ഹൈക്കോടതിയുടെ വിധിക്ക് മുമ്പാണ് ഇതേ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ബൈജു കോടതിയെ സമീപിച്ചത്. EGM പാസാക്കിയ പ്രമേയങ്ങൾ അസാധുവാക്കിക്കൊണ്ടുള്ള കോടതി വിധി ബൈജൂസിന് ആശ്വാസം നൽകുന്നതാണെന്നും ബൈജൂസിന്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെയും വിധി ചൂണ്ടിക്കാണിക്കുന്നതായും എല്ലാ നിക്ഷേപകരുടെയും താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് സ്ഥിരതയോടും ശ്രദ്ധയോടും കമ്പനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമെന്നും ബൈജൂസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. എന്നാൽ പ്രമേയങ്ങൾ കോടതി അസാധുവാക്കിയിട്ടില്ലെന്നും ബൈജുവിനെ CEO സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള വോട്ടെടുപ്പ് നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും നിക്ഷേപക വൃത്തങ്ങൾ അറിയിച്ചു.